വരിയുടെ അർത്ഥം അറിഞ്ഞ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരാള് ഭാഗവതം വായിക്കുന്ന ഞാൻ കേട്ടു. അയാൾ പറഞ്ഞത് എന്താ അറിയോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. MA സംസ്കൃതം ഉള്ള ഒരു വ്യക്തിയാണ്. ഭാഗവതം നല്ല രീതിയിൽ. നിങ്ങൾ കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അയാൾ പറയാം, നിങ്ങൾ കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ മകന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾ നല്ല ഒരു മോതിരം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങള് ഞാൻ കാറ് വാങ്ങിച്ചു എന്ന് പറയല്ലേ, എൻ്റെ മകന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയല്ലേ, ഞാൻ നല്ല ഒരു മോതിരം വാങ്ങിച്ചു എന്ന് പറയല്ലേ. അത് പറയുന്നതിന് പകരം ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കാർ വാങ്ങിച്ചു, ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടി, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു മോതിരം വാങ്ങിച്ചു. അതുകൂടി ചേർത്ത് പറഞ്ഞു നോക്കൂ. തന്നെത്താനെ നമ്മള് ഗ്രൗണ്ട് ലെവലിലേക്ക് സിംപ്ലിസിറ്റി കൊണ്ട് താഴുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഭഗവത്ഗീതയിൽ ഒരു വരി പറഞ്ഞു, അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതെ ആയ വ്യക്തി പറയും, ഞാൻ എല്ലാം ചെയ്തു, ഞാനാണ് ചെയ്തത് എന്ന് പറയും. അത് അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. അത് പറയല്ലേ, പകരം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാനത് ചെയ്തു. അപ്പൊ എന്താ വരിക? നമിക്കലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പൊ ഒന്ന് താഴാനായിട്ട് ശ്രമിച്ചു നോക്കാം. എന്ത് രസാ കേൾക്കുന്നവർക്ക്, എന്ത് രസാ കേൾക്കുന്നവർക്ക്. അടുത്ത് വന്ന് പറയാം, സാറേ ഞാനൊരു പുതിയ വീട് വെച്ചു കേട്ടോ, സാർ വരണം. അങ്ങനെ ഒരു വാക്ക്. സാർ ഈശ്വരാനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാനൊരു വീട് വെച്ചു, സാർ എന്നെങ്കിലും ആ വഴി കൂടെ പോകുമ്പോൾ ഒന്ന് വന്നാൽ നന്നായി. രണ്ടും വ്യത്യാസം ഇല്ലേ? രണ്ടും വാക്കുകൾ തന്നെയാ, രണ്ടും മലയാളം തന്നെയാ, പറഞ്ഞ രീതിയില് വ്യത്യാസമുണ്ട്. ഒരാള് പുറത്ത് നിൽക്കുന്നു വിചാരിക്കാം, യു മേ പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്, യു വെയിറ്റ് ഔട്ട് സൈഡ്. അയാൾ കയറുകയാണെങ്കിൽ യു മേ പ്ലീസ് ബി ദർ, യു ഗെറ്റ് ഔട്ട്. എല്ലാം പുറത്തേക്ക് പോകണമെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ പറഞ്ഞ രീതിയില് വ്യത്യാസമുണ്ട്, പറഞ്ഞ രീതിയില് വ്യത്യാസമുണ്ട്. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമാണെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. ഹാഫ് ഫുൾ എന്നും പറയാം, ഹാഫ് എം ടി എന്നും പറയാം. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമാണെങ്കിൽ ഹാഫ് ഫുൾ എന്നും പറയാം, ഹാഫ് എം ടി എന്നും പറയാം. രണ്ടും അർത്ഥം ശരിയാണെങ്കിലും കൺവേ ചെയ്യുന്ന സന്ദേശം വ്യത്യാസമുണ്ട്. ഹാഫ് ഫുൾ എന്നുള്ളത് പോസിറ്റീവ്, ഹാഫ് എം ടി എന്നുള്ളത് ചെറിയ നെഗറ്റീവ്. അതുകൊണ്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളുക. ഈ സംസാര സാഗരത്തില് ഞങ്ങളിങ്ങനെ ഉഴലുമ്പോൾ, ജീവിക്കുമ്പോൾ അങ്ങയുടെ കാല്, അങ്ങയുടെ പാദം, അങ്ങയുടെ പേര്, അങ്ങയുടെ നാമം ഞങ്ങൾക്കെന്നും. ഒരു നാവികൻ കപ്പലിനെ എങ്ങനെയാണോ മുമ്പോട്ട് നയിക്കുന്നത്, ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണോ കപ്പലിനെ മുമ്പോട്ട് നയിക്കുന്നത്, അങ്ങനെ അങ്ങ് ഞങ്ങളെ ജീവിത സാഗരത്തില് മുമ്പോട്ട് നയിച്ചാലും. അപ്പോ ചെറിയ കുട്ടി അച്ഛന്റെ കൈപിടിച്ച് അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോ ആ കുട്ടി വെക്കുന്ന കാലുപോലും ശ്രദ്ധിക്കില്ല. കാലിന്റെ ശ്രദ്ധ കുട്ടിക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? താൻ പിടിച്ചിരിക്കുന്നത് അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ കൈയാണെന്ന കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എപ്പോഴാണോ നമുക്കുണ്ടാവുക, എൻ്റെ കയ്യ് ഞാൻ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ ഈശ്വരൻ എനിക്ക് കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശം തരും. അത് അന്ധമായ ഭക്തിയല്ല, അന്ധമായ ഭക്തിയാവരുത്. മറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ മനസ്സിനകത്ത് ഇച്ഛാശക്തിയും തലച്ചോറിനകത്ത് ജ്ഞാനശക്തിയും ശരീരത്തിൽ ക്രിയാശക്തിയുമുള്ള പ്രാർത്ഥനയാണ്. മനസ്സിനകത്ത് ഇച്ഛാശക്തിയും തലച്ചോറിനകത്ത് ജ്ഞാനശക്തിയും ശരീരത്തിനകത്ത് ക്രിയാശക്തിയുമുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലയോ ദൈവമേ, ഞാൻ അപേക്ഷിക്കുന്നു, സംസാര സാഗരത്തിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് യാത്ര ചെയ്യുന്ന എന്നെ അങ്ങ് കാത്തുകൊള്ളുക. അങ്ങ് എങ്ങനെയാണോ ഒരു കപ്പലിനെ ഒരു ക്യാപ്റ്റൻ നയിക്കുന്നത് പോലെ, ആവി വൻ തോണി നിൻ പദം, ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കപ്പല് എങ്ങനെയാണോ മുമ്പോട്ട് പോകുന്നത്, ആ കപ്പല് പോലെ സംസാര സാഗരത്തില് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം. ഒരു കപ്പലിനെ എങ്ങനെയാണോ നാവികൻ നയിക്കുന്നത്, അതേപോലെ ഞങ്ങളുടെ ജീവിതത്തെ
അങ്ങ് നയിക്കണം. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഈ കീർത്തനം ചൊല്ലുമ്പോ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചൊല്ലാൻ. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഒരു റൂളുണ്ട്. എന്താ റൂളെന്നറിയോ? ഒരു മിനിറ്റിൽ 6 പ്രാവശ്യമേ ജപിക്കാവൂ. 6 അല്ലെങ്കിൽ 7. ഓം ഭൂർഭുവസ്വഃ സൂര്യനെ ഭർഗോ ദേവസ്യതി മഹീതിയോന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ സൂര്യനെ ഭർഗോ ദേവസ്യതി മഹീതിയോന പ്രചോദയാത്. ഇത് ഗായത്രി മന്ത്രമല്ല. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഒരു അപ്പൊ 10 സെക്കൻഡ് വേണം ഒരു ഗായത്രി മന്ത്രം. 60 സെക്കൻഡില് 6 ഗായത്രി മന്ത്രം. അത് ഫാസ്റ്റും ആവാൻ പാടില്ല, സ്ലോയും ആവാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഭാരതത്തിലെ ദേശീയ ഗാനം എത്ര സെക്കൻഡിൽ പാടിത്തീർക്കണം? 54, 55, 56. 56 കൂടാനും പാടില്ല, 54 കുറയാനും പാടില്ല. ഞാൻ AR റഹ്മാന്റെ കാര്യമല്ല പറയുന്നത്. സാധാരണ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഉള്ളപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ആ ദേശീയ ഗാനത്തിന് റൂള് പ്രകാരം ഇത്ര സെക്കൻഡിനുള്ളിൽ. അപ്പൊ നീട്ടി വലിച്ചു പാടാനും വളരെ ഷോർട്ടാക്കി സ്പീഡാക്കാനും പാടില്ല. ഇവിടെയും ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി എൻ പദം. അടുത്തത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. ബാല്യകാലം, കൗമാരം, യൗവനം, പിന്നെ നല്ല രീതിയിൽ യുവത്വത്തിന്റെ അവസാനം മധ്യവയസ്കത, വാർദ്ധക്യം, ജരാനര ബാധിച്ച് അന്ത്യം. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. 1 ബില്യൺ സെക്കൻഡാണ് ഞാൻ ഈ ഭൂമിയിൽ, 100 കോടി സെക്കൻഡാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഓരോ സെക്കൻഡും കഴിയുമ്പോൾ നമ്മൾ മൊത്തം ജീവിതത്തില് 60 ടൺ ഭക്ഷണമാണ് കഴിക്കുക. 60 ടൺ ഭക്ഷണം. അന്നദാനം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലാവും. 60 ടൺ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് 60 1/2 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. ആകെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 1/2 കിലോ തീർന്നു. ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുമ്പോ 1.5 കിലോ തീർന്നു. വൈകുന്നേരത്തെ വടയും ചായയും കഴിക്കുമ്പോ 1.25 കിലോ തീർന്നു. രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കിലോ തീർന്നു. അവസാനിക്കുന്നത് ഒന്നൊന്നായി എണ്ണി 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 തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 23,080 പ്രാവശ്യം. ചിലര് നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 21,600 എന്ന് പറയും. നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം. ഏതാണ്ട് 23,080 പ്രാവശ്യം. ഉപനിഷത്തിലെ വരിയല്ല ഞാൻ എടുത്തത്, ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് മെഡിക്കൽ സയൻസിലെ വരിയാണ് എടുത്തത്. 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആകെ എത്ര ശ്വാസോച്ഛ്വാസം എടുക്കണം? 23,080 ഒരു ദിവസം. ഇൻറ്റു 365 ഒരു വർഷം. ഇൻറ്റു 85 ജീവിതകാലം മുഴുവൻ തീർന്നു. അപ്പൊ 23,080 ഇൻറ്റു 365 ഇൻറ്റു 85 ആകെ ഉള്ള നമ്പറില് ഇന്നത്തെ ദിവസം തീർന്നാൽ 23,000. അപ്പോ നമ്മൾ എടുക്കുന്ന ശ്വാസോച്ഛ്വാസമാണെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിലും പച്ചവെള്ളമാണ് കേട്ടോ. നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും എല്ലാം ഫിക്സഡ് ആണ്. അതുകൊണ്ട് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അയാളുടെ അന്നം മുട്ടി. കേട്ടിട്ടുണ്ടോ? അന്നം മുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് ഭൂമിയിലേക്ക് വരുമ്പോ പാസ്പോർട്ടും വിസയിലും എത്ര ഭക്ഷണം കഴിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് വരുമ്പോ എഴുതിയിട്ടുണ്ട്, നീ 57.5 ടൺ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സമയം. അയാളുടെ അന്നം മുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് അർഹതപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അയാൾക്ക് തിരിച്ച്. അപ്പൊ ഒന്നൊന്നായി എണ്ണി എണ്ണിത്തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ, ഹാർട്ട് ബീറ്റ് ഒന്നൊന്നായി എണ്ണി നിൽക്കാം, ശ്വാസോച്ഛ്വാസം ഒന്നൊന്നായി എണ്ണി നിൽക്കാം, ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് ഒന്നൊന്നായിട്ട് എണ്ണുക. അവസാനം എന്നിലുള്ള ജീവാത്മാവ് ഇവിടെ നിന്ന് യാത്രയാവാൻ തുടങ്ങുന്ന ദിവസത്തിനെ കുറിച്ച് പറയുന്ന പേരാണ് മരണം. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കണം അല്ലേ? ഈ മരണം എല്ലാവർക്കും ഒരേപോലെ അല്ല ഉപയോഗിക്കാം അല്ലേ? വ്യത്യാസമുണ്ട്. നോക്കാം.
തിരുവിതാംകൂർ മഹാരാജാവ് മരിച്ചു എന്ന് പറയില്ല. മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി എന്നാ പറയാ. കോഴിക്കോട് സാമൂതിരി തീപ്പെട്ടു എന്നാ പറയാ. അവതാരം സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയാ. സന്യാസിയാണെങ്കിൽ സമാധിയായി എന്നാ പറയാ. വലിയ മനുഷ്യനാണെങ്കിൽ ദിവംഗതനായി എന്നാ പറയാ. കുറച്ചും കൂടി താഴെയുള്ളവനാണെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാ പറയാ. കുറച്ചും കൂടി താഴെയുള്ളവനാണെങ്കിൽ നിര്യാതനായി എന്നാ പറയാ. കുറച്ചും കൂടി താഴെയുള്ളവനാണെങ്കിൽ മരിച്ചു എന്നാ പറയാ. ഒരു പ്രയോജനവും ഇല്ലാത്തവനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ശരിക്കും മരണം എന്ന വാക്കൊന്നാണെങ്കിലും അത് വലിയൊരു മെസ്സേജ്. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇറങ്ങും. അപ്പൊ ഞങ്ങളിങ്ങനെ തമാശയിൽ പറയും, അങ്കമാലി കഴിഞ്ഞാൽ പറയും പ്രഭാകരൻ നായർ പോയി. ശരിക്കും അങ്ങേര് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാ പോയി എന്ന് പറയുന്നത്. പക്ഷേ പ്രഭാകരൻ നായർ പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം വേറൊന്നു കൂടിയാ. തമാശനാ പറയാം, ഞങ്ങൾക്ക് തമ്മിൽ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ സ്ഥലത്തും പ്രയോഗിച്ചേക്കല്ലേ. അപ്പൊ യഥാർത്ഥത്തില് ആ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങുന്ന സമയത്തിന്റെ പേരാണ് മരണം. മരണം ആ സമയത്തൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ജീവിതത്തില് ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ വൈകുന്നേരം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവദശകമെങ്കിലും ചൊല്ലണം. നിങ്ങളെ ഏത് ജാതിയിൽപ്പെട്ട ആളോ ഏത് മതത്തിൽപ്പെട്ട ആളോ ആയിക്കൊള്ളട്ടെ, അവിടെ പറയുന്നു നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. എന്താ അതിന്റെ അർത്ഥം? നല്ല സയൻസ് ഭാഷയിൽ പറഞ്ഞാൽ ബ്രയൻ എൽ വൈസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ പറഞ്ഞതുമാതിരി പറയുകയാണെങ്കിൽ individual soul should get dissolved in the cosmic soul. ഇംഗ്ലീഷ് നല്ല സയന്റിഫിക് വാക്കാ. അപ്പൊ നിന്നിടും ദൃക്കുപോലുള്ള എന്റെ ആത്മാവ് നിന്നിൽ സ്പന്ദമാകണം. ഒറ്റ ശ്ലോകത്തില് എത്ര പ്യുവർ സയൻസാ പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് ജീവിച്ചിരിക്കും ഇടയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള ജഗദീശ്വര നിന്നില സ്പന്ദമാകണം. ആ വരിക്ക് എന്താർത്ഥാണ്? എൻ്റെ ജീവാത്മാവ് വന്നത് പരമാത്മാവായ നിന്നിൽ നിന്ന് തന്നെയാണ്. നിന്നിൽ നിന്ന് വന്ന് എൻ്റെ ശരീരത്തില് 26,000 ദിവസം ഇരുന്നു. ഞാൻ ഈ ഭൂമിയിലെ എല്ലാം ആസ്വദിച്ചു. ഇനി ഇത് തിരിച്ചു പോകുമ്പോ അതിങ്ങനെ ആത്മാവലഞ്ഞ് തിരിഞ്ഞ് നടക്കാതെ നിന്നിലേക്ക് തന്നെ തിരിച്ചെത്തണമേ ജഗദീശ്വര. അത് ഭയങ്കര ജീവാത്മാവ് ഈശ്വരൻ, ഞാൻ ഈശ്വരനിലാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ പേര് പാൻറ്റീസം. പുതിയ വാക്കാ, പുതിയ ഇംഗ്ലീഷ് വാക്ക്. നിങ്ങൾ ഒരു സ്ഥലത്തും കേട്ടിട്ടുണ്ടാവില്ല. PANTHEISM. ഞാൻ ഈശ്വരനിൽ നിലനിൽക്കുന്നു. പാൻറ്റീസം. ഈശ്വരൻ എന്നിൽ നിലനിൽക്കുന്നു. പാനന്തീസം. അതടുത്തതിന്റെ പിന്നത്തെ വരിയിലുണ്ട്. അപ്പോ ഒന്നുകൂടി നമുക്ക് ഒന്ന് മനസ്സിൽ ചൊല്ലാം. കയ്യിൽ പുസ്തകമുണ്ട് നിങ്ങളുടെ? ഇത് കയ്യിലില്ലേ നിങ്ങളുടെ? ഇല്ല. അപ്പൊ മനസ്സിൽ തന്നെ കണ്ണടച്ച് ചൊല്ലിക്കോളാം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള എന്റെ ഉൾവശം. എന്നുള്ളത് ഞാൻ ചേർത്തതാണ്. നിന്നിടും ദൃക്കുപോലുള്ള ഉള്ളം, എന്റെ ഉള്ളിലുള്ള ചൈതന്യം നിന്നിൽ അസ്പന്ദമാകണം, നിന്നില് ഇഴുകിച്ചേരണം. ഇനി സാധാരണക്കാരന്റെ പ്രാർത്ഥനയാ. സാധാരണക്കാർക്ക് എന്താ വേണ്ടത്? മോക്ഷമല്ല വേണ്ടത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അന്നവസ്ത്രാദി മുട്ടാതെ. സാധാരണക്കാരന്റെ ആവശ്യം എന്താണ്? അദ്വൈതത്തിലേക്ക് പോവലല്ല, പരമമായ ഋഷിയായിട്ട് ഹിമാലയത്തിലേക്ക് പോവലല്ല, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം. ഈശ്വര നീയാണ് തരേണ്ടത്. ഞാൻ പ്രവർത്തിക്കുന്നു, നീ അതെനിക്ക് തരണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന
രക്ഷിച്ചു ഞങ്ങളെ. അർത്ഥം വ്യത്യാസം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് റോട്ടി കപ്പട ഔർ മക്കാൻ, റോട്ടി കപ്പട ഔർ മക്കാൻ. അപ്പോ അന്നവും വസ്ത്രവും അല്ലയോ ജഗദീശ്വര, അന്നത്തേക്ക് ആവശ്യമുള്ളത് നീ ഞങ്ങൾക്ക് തന്ന് ധന്യരാക്കുന്ന നീ. നീ ഞാനിവിടെ, നീ അവിടെ. അദ്വൈതം അല്ല, ദ്വൈതം. ദ്വൈതം രണ്ട്. ഞാനിവിടെ, നീ അവിടെ. രണ്ട്, ഒന്നല്ല. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ. നീ മാത്രമാണ് ഞങ്ങളുടെ തമ്പുരാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, അമേരിക്കൻ പ്രസിഡന്റ് അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അല്ല, പാലക്കാടിലെ ജില്ലാ കളക്ടർ അല്ല ഞങ്ങൾക്ക് തമ്പുരാൻ. നീ ഒന്ന് തന്നെ. യു എലോൺ, യു എലോൺ ഈസ് അവർ മാനേജർ, അവർ ഡയറക്ടർ, അവർ മോട്ടിവേറ്റർ, അവർ ഗൈഡ്, അവർ മാസ്റ്റർ. അതാ നീയാണ് ഞങ്ങളുടെ തമ്പുരാൻ. അതിൽ എന്ത് അൺകണ്ടീഷണൽ സറണ്ടറിങ് ആണ് ഇവിടെ. അൺകണ്ടീഷണൽ ഈശ്വരന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക. ആ സറണ്ടറിങ് ആണ് യഥാർത്ഥ ഭക്തി. അല്ലാതെ ഗുരുവായൂര് കൊടിമരത്തിന് സ്വർണത്തിന് വഴിപാട് കൊടുക്കുന്നതല്ല ഭക്തി. കൊട്ടാരക്കര ഗണപതിയില് 101 അപ്പം നേർന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് മകനോട് പറഞ്ഞാൽ മകൻ എന്ത് പറയും? അപ്പൊ 501 കൊടുത്താൽ ഡിസ്റ്റിങ്ഷൻ കിട്ടില്ല എന്ന് ചോദിക്കും. 101 കൊടുത്താൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും, അപ്പൊ 501 കൊടുത്താലോ ഡിസ്റ്റിങ്ഷൻ കിട്ടും. അപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ എത്ര കൊടുക്കണ്ടേ? ഇതെല്ലാം ചോദ്യം വരാം. അപ്പൊ ഭക്തി അപ്പത്തിന്റെ എണ്ണത്തിലായി. അപ്പത്തിന്റെ എണ്ണത്തിലല്ല ഭക്തി. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് 5 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്തു എന്ന് വിചാരിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, പോവൊന്നും വേണ്ട. 5 ലിറ്റർ വഴിപാടിന് കൊടുത്ത് അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അളന്ന് നോക്കിയപ്പോ 4.25 ലിറ്ററേ ഉള്ളൂ. ആ റെസിപ്റ്റ് കുട്ടി കയ്യിലുണ്ട്. അതിന്റെ മുകളിൽ വല സൈഡിൽ ഫോൺ നമ്പർ ഉണ്ട്. ഗുരുവായൂരിലേക്ക് വിളിച്ചു, ഞാൻ 5 ലിറ്റർ പാൽപ്പായസമാണ് വഴിപാടിന് കൊടുത്തത്, എനിക്ക് 4.25 കിട്ടിയുള്ളൂ. അയാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം 1/4 ലിറ്റർ ഗുരുവായൂരപ്പൻ കഴിച്ചു എന്ന്. നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എന്ത് പറയും? ഗുരുവായൂരപ്പൻ കഴിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്നിട്ടാ കൊടുത്തേ. എന്തിനു കൊടുത്തു? ഉറപ്പുണ്ടായിട്ട്. അതല്ല ഭക്തി. അത് ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം. വഴിപാട് കൊടുക്കുന്നത് പഞ്ചമഹായജ്ഞത്തിനാ. അപ്പോ പിന്നെ അതേ അമ്മ സരോജിനി അമ്മ 5 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്തപ്പോ ലക്ഷ്മിക്കുട്ടി അമ്മ ചോദിച്ചു, ഇന്നെന്താ 5 ലിറ്റർ പായസം വഴിപാടിന് കൊടുത്തത്? കഴിഞ്ഞ പ്രാവശ്യം 1 ലിറ്റർ അല്ലേ കൊടുത്തുള്ളൂ. അപ്പൊ സരോജിനി അമ്മ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളൂ, ഇപ്പൊ അങ്ങനെയല്ല. മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, അവരുടെ അമ്മയുണ്ട്, അവരുടെ അച്ഛനുണ്ട്, ഇന്നസെന്റ് പറഞ്ഞ മാതിരി. അപ്പൊ 5 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്തത് ഗുരുവായൂരപ്പനല്ല, വീട്ടിലുള്ളവർക്കാണ്. അതല്ല ഭക്തി. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. സമർപ്പണ ഭാവേന കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചീത. അവിടെ സമർപ്പിച്ച് കഴിക്കുന്നത് അത് ഭക്തിയല്ല. ഇതാണ് ഭക്തി. ഏതാണ്? കാത്തു രക്ഷിക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. നീയാണ് ഞങ്ങളുടെ തമ്പുരാൻ. അതിന് രൂപഭാവങ്ങളില്ല. സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ജഗദീശ്വര, നിന്റെ മുമ്പില് ഞാനിതാ സറണ്ടർ ചെയ്യുന്നു. മാനസികമായിട്ട്, ശാരീരികമായിട്ടല്ല. അതാണ് ഭക്തി. ആ ഭക്തി ഉണ്ടാവുമ്പോഴാണ് ശരിക്കും നമ്മള് മനുഷ്യരായി മാറുന്നത്. അടുത്ത നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും. 4 വാക്കുകൾ. ആഴിയും തിരയും കാറ്റും ആഴവും. ഇത് 4ഉം പരസ്പരം പൂരകമാണ്, കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി, കോഎക്സിസ്റ്റിംഗ്, ഒരുമിച്ച് നിൽക്കുന്ന. ആഴി, തിര, കാറ്റ്, ആഴം. ആഴം കൂടുന്നതിനനുസരിച്ച് തിരയുടെ എണ്ണം കുറയും. ആഴം കൂടുന്നതിനനുസരിച്ച് മനസ്സിലെ ഡിസ്റ്റർബൻസ് കുറയും. കാറ്റിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് തിരയുടെ ശക്തി കുറയും. ആഴി, തിര, കാറ്റ്, ആഴവും പോലെ. അടുത്ത 4 വാക്ക്. അടുത്ത 4 വാക്ക്. മായ, നിൻ മഹിമ, നീയ്, ഞങ്ങള്. മായയും നിൻ മഹിമയും നീയും എൻ്റെ ഉള്ളില് ഞാനും. അപ്പൊ മായയും നിൻ മഹിമയും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാണ്. ഈ 4ഉം ഒരുമിച്ച് ചേർന്ന് കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കണം. നിന്റെ മായ എൻ്റെ ഉള്ളിലുണ്ടാവണം. നിന്റെ മഹിമ എൻ്റെ ഉള്ളിലുണ്ടാവണം. നീയ് എൻ്റെ ഉള്ളിലുണ്ടാവണം.
കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് ഞാൻ നിന്നിലസ്പന്ദമാകണം, പാൻതീസം. നീ എന്റെ ഉള്ളിലുണ്ടാവണം, പാനന്തീസം. എന്ന് ആലോചിച്ച് നോക്കാം, പെട്ടെന്ന് പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 5 വാക്കുണ്ട്: മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, അതിൽ നിന്ന് ചിന്തകള്, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങള്, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മഫലങ്ങള്, കർമ്മത്തിന്റെ പ്രതിഫലം. മൈൻഡ് ഗുഡ് ആയി എന്ന് വിചാരിക്കാം. മൈൻഡ് ഗുഡ് മൈൻഡ്, അപ്പൊ തോട്ട്സ് എങ്ങനെ ഇരിക്കും? മൈൻഡ് ഗുഡായ തോട്ട്സ് ഗുഡ് തോട്ട്സ്. ആക്ഷൻ എങ്ങനെ ഉണ്ടാവും? ഗുഡ് ആക്ഷൻ. റിസൾട്ട് എങ്ങനെ ഉണ്ടാവും? ഗുഡ് റിസൾട്ട്. റിവാർഡ് എങ്ങനെ ഉണ്ടാവും? ഗുഡ് റിവാർഡ്. അപ്പൊ മൈൻഡ് നന്നായാൽ ചിന്തകള് നന്നാവും, കർമ്മം നന്നാവും, കർമ്മഫലം നന്നാവും, കർമ്മത്തിന്റെ പ്രതിഫലം നന്നാവും. ഭയമുള്ള മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? ഭയമുള്ള ചിന്തകള്. ഏത് തരത്തിലുള്ള പ്രവൃത്തിയാ ഉണ്ടാവുക? ഭയമുള്ള പ്രവൃത്തി. ദുഃഖമുള്ള മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? ദുഃഖമുള്ള ചിന്തകള്, ദുഃഖമുള്ള പ്രവൃത്തി. വാശിയുള്ള മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? വാശിയുള്ള ചിന്തകള്, വാശിയുള്ള പ്രവൃത്തികള്. ഈശ്വരൻ അധിവസിക്കുന്ന മനസ്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ചിന്തകളാ വരിക? ഈശ്വരീയമായ മനസ്സിൽ നിന്ന് ഈശ്വരീയമായ ചിന്തകള്, ഈശ്വരീയമായ കർമ്മങ്ങള്, ഈശ്വരീയമായ കർമ്മഫലങ്ങള്, ഈശ്വരീയമായ കർമ്മഫലങ്ങള്. അപ്പൊ നീയ്, നിന്റെ മഹിമ, നിന്റെ മായ, ഇത് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ, നീയ്, നിന്റെ മഹിമ, നിന്റെ മായ, ഈ 4 എണ്ണം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്റെ മനസ്സിനകത്ത് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, കുന്നായ്മ, 10 എണ്ണം. ഇത് പുറത്തൊന്നും അന്വേഷിക്കേണ്ട, അകത്ത് തന്നെ ഉണ്ട്. അപ്പോ എന്റെ മനസ്സിനകത്ത് തിന്മയില്ല, നന്മയാണ്, ഈശ്വരീയമായ ചിന്ത നീ എന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്താ എന്റെ ഫീലിംഗ്? എന്റെ മുഖത്തൊരു ചിരി ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. അതൊരു രസ അല്ലേ? എന്ത് പ്രശ്നം വന്നാലും അതൊരു രസ. ഈ ഡോക്ടർ പി രാമൻ എന്ന് പറയുന്ന ഒരാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റാ, നല്ല ആത്മീയവാദിയാ. നിങ്ങൾ കേട്ടുകയാണ്, നാരായണ ഗുരുദേവനെ കുറിച്ച് നല്ലോണം സംസാരിക്കുന്ന പൂണൂലിടാത്ത നമ്പൂതിരിയാ, പൂണൂല് പൊട്ടിച്ച നമ്പൂതിരിയാ, വേദമൊക്കെ പഠിച്ചാളാ. അദ്ദേഹം പറയുന്നത്, എൻ്റെ പേര് ഡോക്ടർ രാമൻ എന്നാ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചൊറിയുടെ ഡോക്ടറാ. കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെയാ പറയാ, ഞാൻ ചൊറിയുടെ ഡോക്ടറാണ്. ഈ ആൾക്കാര് എൻ്റെ അടുത്ത് വന്ന് ചൊറിയണമെന്ന് പറയും. ഞാൻ പറയും ചൊറിയല്ലേ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കും. കൈകൊണ്ട് ഒരിക്കലും ചൊറിയരുതെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞ് അവർ വന്ന് പറയും, സാറ് പറഞ്ഞ പോലെ കൈകൊണ്ട് ചൊറിഞ്ഞിട്ടില്ല, ചീപ്പ് കൊണ്ടാ ചൊറിയുന്നതെന്ന് പറയും. അങ്ങനെയുള്ള ഡോക്ടറാന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. അദ്ദേഹം ചിലപ്പോൾ ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഗോപാലേഷ, ഞാൻ അന്ന് മഴുവഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് കേച്ചേരിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അന്ന് ബന്ധാണെന്ന്. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, നടന്നു ഞാൻ പൊന്നാനി വരെ. മനസ്സിലായ പറഞ്ഞത്? 2 അനുഗ്രഹ. ബസ് കിട്ടാത്തതും അനുഗ്രഹമാണ്, ബന്ധായതും അനുഗ്രഹമാണ്, നടന്നതും അനുഗ്രഹമാണ്. അപ്പൊ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. സാമ്പാർ തരക്കേടില്ല കേട്ടോ, ഉപ്പ് ഇത്തിരി കൂടുതലാണ്, സ്വാദ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പെർഫെക്റ്റാ. ഉപ്പ് കൂടുതലും സ്വാദ് കുറഞ്ഞാൽ പിന്നെ എങ്ങനെയത് തിന്നാ? അതിനെന്താ കുഴപ്പം? അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴാണോ ഈശ്വരീയമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്, ആ മനസ്സ് നിറയുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ വി പി ഗംഗാധരൻ എന്നുള്ള വ്യക്തി കേട്ടിട്ടുണ്ടോ? ഓങ്കോളജിസ്റ്റ്, ക്യാൻസറിന്റെ നല്ല വ്യക്തിയാണ്. ഇന്നലെ രാവിലെ അരമണിക്കൂർ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലിരിക്കേണ്ട ദൗർഭാഗ്യമുണ്ടായി. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം എല്ലാവരോടും പറയുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല, അസുഖമൊക്കെ മാറും, ഒരു പ്രശ്നം. അടുത്ത ദിവസം മരിക്കുന്നവരോടും പറയുന്നത് ഇത് തന്നെയാണ്. അടുത്ത ദിവസം മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും വി പി ഗംഗാധരൻ പറയും സാരമില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല പറയും. ആ മനുഷ്യന്റെ ജീവിതം ഇന്ന് കൈകൊണ്ട് തൊട്ട് തലയിൽ വെക്കാൻ യോഗ്യതയുള്ളൊരു മനുഷ്യൻ കേരളത്തിലുണ്ടെങ്കിൽ അത് വി പി ഗംഗാധരൻ സാറാണ്.
സാധിക്കുമെങ്കിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകം നിങ്ങൾ വായിക്കുക. ജീവിതം ഒരത്ഭുതം. 32 സംഭവങ്ങൾ DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈശ്വരൻ മാത്രം. ഒരു ഓർഡിനറി ഒരു 20 രൂപയുടെ ഗദർ മുണ്ടിട്ട്, ഒരു 15 രൂപയുടെ ചപ്പലിട്ട്, ഒരു ഓർഡിനറി ഷർട്ടിട്ട് നടക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇപ്പൊ പറഞ്ഞ മായയും നിൻ മഹിമയും നീയും ഞാൻ എൻ്റെ ഉള്ളിൽ ചേർന്ന് നാലും ചേർന്നിരിക്കുന്നു എന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരുടെ ഒരുപോലെയാ. പക്ഷെ അദ്ദേഹത്തിന് അറിയാം തൻ്റെ മുമ്പിൽ വരുന്നവര് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിക്കാൻ വരിക, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിക്കാൻ വരിക. അതിൻ്റെ മുമ്പിലത്തെ ദിവസം RCCയിൽ പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അനുഭവമാണ്, ഇനി വീണ്ടും ആവർത്തിക്കണില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഒരു വരി ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും നിൻ മഹിമയും നീയും മായയും എൻ്റെ ഉള്ളിലാവണം. 4+4. അങ്ങനെ എപ്പോഴാണോ ഈശ്വരൻ എൻ്റെ മനസ്സിലുള്ളത്, അന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് തൊട്ട് ഞാൻ തലയിൽ വെക്കും. എൻ്റെ മുമ്പിലുള്ളവനെ കാണുമ്പോൾ കൈ രണ്ടും കൂപ്പി ഞാൻ തൊഴും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കയ്യുകുപ്പി ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കില്ല. ഏത് കർമ്മത്തിലും ഏത് വസ്തുവിലും ഈശ്വരനെ കാണാൻ സാധിക്കണമെങ്കിൽ അകത്ത് ഈശ്വര ചൈതന്യം ഉണ്ടാകണം. ഈ ഈശാവാസ്യ ഉപനിഷത്തിലെ 6ാമത്തെ മന്ത്രമുണ്ട്, തദേജതി തന്നൈജതി. ആ ഈശ്വര ചൈതന്യം ചലിക്കുന്നില്ല, തദേജതി ചലിക്കാതിരിക്കുന്നില്ല, തന്നൈജതി തത് ദൂരെ, അതങ്ങ് അകലത്തിലുണ്ട് ഈശ്വര ചൈതന്യം. തത് അന്തികെ, നിങ്ങളുടെ അടുത്തുണ്ട് ഈശ്വര ചൈതന്യം. തത് അന്തരസ്യ സർവസ്യ, എല്ലാവരുടെയും അകത്തുണ്ട് ഈശ്വര ചൈതന്യം. തത് സർവസ്യാസ്യ ബാഹ്യത, എല്ലാവരുടെയും പുറത്തുമുണ്ട് ഈശ്വര ചൈതന്യം. അതുകൊണ്ട് ഓർമ്മിക്കുക, എന്റെ മുമ്പിലുള്ള നിങ്ങൾ അസാധാരണമായിട്ട് പ്രവർത്തിക്കണം, അസാധാരണമായിട്ട് പ്രവർത്തിക്കണം. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ മാം അനുസ്മരയുധ്യച, മാം അനുസ്മരയുധ്യച. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞത് എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യാം, ഈശ്വരനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാം. അപ്പോഴാ കൃഷ്ണൻ പറഞ്ഞത് മാമേ വൈഷ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അല്ലയോ അർജുന, ഏതെല്ലാം ക്രൈസിസ്, സംഘർഷപൂരിതമായ അവസ്ഥ നിനക്കുണ്ടായാലും ഈശ്വരനെ സാക്ഷി നിർത്തി മുമ്പോട്ട് പോവുക. അത് നമ്മൾ പഠിച്ചാൽ, നമ്മൾ പഠിക്കണം. നിങ്ങൾ ഇലക്ഷന് ജയിക്കാൻ പോകുന്നവരാവട്ടെ, ജില്ലാ കളക്ടർ ആവട്ടെ, നിങ്ങൾ ഏത് കർമ്മത്തിലിരിക്കുന്നവനും ആവട്ടെ, ആ കർമ്മത്തിന്റെ മുമ്പിലും പുറകിലും സൈഡിലും സാക്ഷീഭാവത്തില് വിറ്റ്നസ് ആയിട്ട് ഈശ്വരനുണ്ട് എന്നൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തളരില്ല. എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ഞാൻ പറയാ, ആ തളർച്ച ഇല്ലാതെയാവാൻ ഇത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ മറ്റാരെയും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എൻ്റെ ഉള്ളിലാവണം. ഇനി എന്ന ഉള്ളിലാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പറയാം, അതേപോലെ തന്നെ ആകണമെന്നർത്ഥം. അടുത്തത്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവും, സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ. ഭഗവത്ഗീതയില് അഹം ക്രതുരഹം യജ്ഞം സ്വദാഹമഹമൗഷധം മന്ത്രോഹമഹമേ വാച്യം അഹം വന്മിരഹം ഹുതം. നല്ലൊരു വരി. ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ തന്നെ അഹം ക്രതു യാഗം, ക്രതു എന്ന് വെച്ചാല് യാഗം, അഹം ക്രതുരഹം യജ്ഞം. ആ യാഗത്തിലെ യജ്ഞമന്ത്രങ്ങള് അഹം ക്രതുരഹം യജ്ഞം സ്വദാഹം അർപ്പിക്കുന്നത്, സ്വദാഹം അഹം ഔഷധം, ഔഷധികള് നമ്മൾ ഏതൊക്കെയാണോ അർപ്പിക്കുന്നത്. അപ്പൊ യാഗം ഞാനാണ്, യാഗത്തിലെ യജ്ഞം ഞാനാണ്, അതിലെ മന്ത്രം ഞാനാണ്, ഹവിസ് ഞാനാണ്. അഹം ക്രതുരഹം യജ്ഞം സ്വദാഹം അഹം ഔഷധം
മന്ത്രോഹം, മന്ത്രം ഞാനാണ്. മന്ത്രോഹം അഹമേ വാജ്യം, അതിലൊഴിക്കുന്ന നെയ്യ് ഞാനാണ്. മന്ത്രോഹം അഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം, അഗ്നി ഞാനാണ്. കത്തൽ ഇഗ്നീഷൻ അത് ഞാനാണ്. എന്ത് രസാണോ ഭഗവത്ഗീത! അറിയോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങള് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിക്കൊള്ളട്ടെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 3-ാം അധ്യായം 5-12 വെറുതെ വായിച്ചു നോക്കാം. നിങ്ങൾക്ക് BP വരില്ല, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല. അതിന്റെ എസൻസായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എസൻസ് BC 3140 എഴുതിയ ഭഗവത്ഗീത, 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA സിലബസിന്റെ ഭാഗം. MBA സിലബസിന്റെ ഭാഗം. മഹാഭാഗ്യത്തിന് എനിക്ക് ഈ കഴിഞ്ഞ മാർച്ചില് കേരളത്തിലെ ഒരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA 2nd റാങ്കോടുകൂടി പാസ്സാവാൻ ഭാഗ്യം കിട്ടി. ഈ പ്രായത്തിൽ അത് പാസ്സായപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പൊ MBA പാസ്സായപ്പോ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഹാർവാർഡിൽ നിന്ന് 1st റാങ്ക് മേടിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹം ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറയുന്നത് കേൾക്കണം. ഇന്ത്യക്കാരനാണ്, YLN മൂർത്തി, ഡോക്ടർ YLN മൂർത്തി. ആ ഭഗവത്ഗീതയുടെ എസൻസ്, നീയല്ലോ അല്ലയോ ദൈവമേ, നീയാണ് സൃഷ്ടി, നീയാണ് ക്രിയേഷൻ, യു ആർ ദി ക്രിയേഷൻ. സൃഷ്ടി നീയാണ്, എന്നിലുള്ളത് നീയാണ്, നിങ്ങളിലുള്ളത് നീയാണ്, സർവചരാചരങ്ങളിലുമുള്ളത് നീ തന്നെയാണ്. ഈശാവാസ്യം ഇദം സർവം. സൃഷ്ടി, സൃഷ്ടാവ്, ക്രിയേറ്റർ നീയാണ്. സൃഷ്ടിജാലം, മെറ്റീരിയൽ ഫോർ ക്രിയേഷൻ, അത് നീയാണ്. സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പൊ ക്രിയേഷൻ, ക്രിയേറ്റർ, ക്രിയേറ്റിംഗ് പ്രോസസ്, ക്രിയേറ്റിംഗ് മെറ്റീരിയൽ എല്ലാം നീയാണ്. ഇതാണ് ഹിന്ദു ധർമ്മവും ക്രിസ്തുമതവും തമ്മിലുള്ള വ്യത്യാസം. ഹിന്ദു ധർമ്മവും ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവം ഇപ്പുറത്ത്, ദൈവത്തിന്റെ സൃഷ്ടി ഇപ്പുറത്ത്. ഗോഡ് ക്രിയേറ്റഡ് ഓൾ ദീസ് തിങ്സ്. ക്രിയേഷൻ വേറെ, ക്രിയേറ്റർ വേറെ. നമുക്ക് അങ്ങനെയല്ല. നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സൃഷ്ടിജാലം, സൃഷ്ടിക്കുള്ള സാമഗ്രി എല്ലാം നീയാണ്. അപ്പൊ ഒരു ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ് ഇതെല്ലാം. ഭാഗവതത്തില് ഒരു വരിയുണ്ട്, നല്ല വരിയ, പെട്ടെന്ന് മനസ്സിലാവില്ല. സൃഷ്ട്വാ പുരാനി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുതമാപദേവ. പെട്ടെന്ന് പറയാം. ഈ ലോകത്തിലുള്ള വൃക്ഷങ്ങളെ, ഇഴജന്തുക്കളെ, നീന്തുന്ന ജന്തുക്കളെ, ദംഷ്ട്രമുള്ള ജന്തുക്കളെ, പക്ഷികളെ, എല്ലാത്തിനെയും ഈശ്വരൻ അവനവനിൽ നിന്ന് സൃഷ്ടിച്ചു. അവനവനിൽ നിന്ന് സൃഷ്ടിച്ച് ആ ഈശ്വരന് ദുഃഖം തോന്നി. തിഷ്ടൈരതുഷ്ടഹൃദയ, സന്തോഷമില്ലാത്ത മനസ്സോടുകൂടി ഈശ്വരൻ നിന്നു. എന്താ കാരണം അറിയോ? അവയ്ക്കൊന്നും അവയുടെ ഉള്ളിലുള്ളത് ഈശ്വരനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഒരു പക്ഷിക്ക് അറിഞ്ഞൂടാ എന്റെ ഉള്ളിലുള്ളത് ഈശ്വരനാണ്. ഒരു പട്ടിക്കും അറിഞ്ഞൂടാ എന്റെ ഉള്ളിലുള്ളത് ഈശ്വരനാണ്. അപ്പൊ ബ്രഹ്മാവലോകദിഷണം പുരുഷം വിധായ, അവനവനിലുള്ളത് ഈശ്വരനാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈശ്വരൻ സന്തോഷമുള്ളവനായത്. അപ്പോ എന്നിൽ ഈശ്വരനുണ്ട്. എന്റെ കൈകള് എല്ലാം, ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. അമ്മയുടെ ഗർഭത്തില് അമ്മയുടെ അണ്ടവും അച്ഛന്റെ ബീജവും ചേർന്ന് 1-ാമത്തെ ദിവസം ഒരു കടുകിന്റെ 1/8 ഭാഗമേ ഉള്ളൂ. 1/8 ഭാഗം ഒരു കടുകിന്റെ. അത് 278 ദിവസം കഴിയുമ്പോൾ ഞാനും നിങ്ങളുമായി പുറത്തു വന്നു. ആലോചിച്ച് നോക്കാം. ഈ ചെവി രണ്ടും 2 സൈഡില്, കണ്ണിങ്ങനെ, തല ഇങ്ങനെ, മൂക്ക്, ആണിന്റെ മൂക്കിന്റെ താഴെ പ്രയോജനം ഇല്ലെങ്കിലും മീശ, പെണ്ണുങ്ങൾക്ക് മീശ വേണ്ട, താടിയെല്ലാം താഴത്തേക്ക് വരും. 22 അടി നീളമുള്ള
കൊടല്, അതിലാദ്യം വലിയ സാധനം, പിന്നെ ചെറുത്. അതാണ് പന്നിയുടെ അടുത്ത് കഴുകിയിട്ട് തിന്നുന്നത്, പോട്ടി എന്ന് പറഞ്ഞ. ഏതായാലും 60,000 കിലോമീറ്റർ ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന രക്തം. 60,000 കിലോമീറ്റർ ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നു രക്തം എൻ്റെ ശരീരത്തില്. എൻ്റെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുന്നു, 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. കണ്ണിന് അടപ്പുണ്ട്, മൂക്കിന് അടപ്പില്ല. ഈ മൂക്ക് താഴെയാണ്. ഇതെങ്ങാനും തിരിച്ചായിരുന്നു, പുറത്ത് മഴയുണ്ട്, കയ്യിൽ കുടയില്ല, എന്താ സംഭവിക്കുക? ഈ മൂക്ക് തിരിച്ചായിരുന്നു, മഴയുണ്ട്, കുടയില്ല, റോട്ടിൽ ഒറ്റയ്ക്ക് പോകുന്നു, എന്താ സംഭവിക്കുക? ഇതെല്ലാം കണ്ട് തിരിച്ചറിഞ്ഞ ആ ഈശ്വരൻ കണ്ണിനടപ്പ് വേണമെന്ന് തീരുമാനിച്ചു, മൂക്കിനടപ്പ് വേണ്ടെന്ന് തീരുമാനിച്ചു, വായ അടക്കാൻ തീരുമാനിച്ചു. 32 പല്ല് 730 കോടി ജനതയ്ക്കും ഒരേപോലെ കൊടുത്തു. നാക്കിന് എല്ലില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ടാ ഇതിനെ സൃഷ്ടിച്ചത്. കറക്റ്റായിട്ട് വളർന്ന് 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 ഇങ്ങനെ വരും. അവസാനം തീരാറാവുമ്പോ പോകും. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് എല്ലാം എല്ലാം നീ അകത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കാം. മുഖ്യമന്ത്രി ഉറങ്ങിയാലും, മോഡി ഉറങ്ങിയാലും, ഒബാമ ഉറങ്ങിയാലും, ഒസാമ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കും, മരിച്ചു പോവില്ല. ഈ ഉറങ്ങുന്ന സമയത്ത് ഭാര്യ അടുത്ത് വന്നാലും, പുലി വന്നാലും, കഴുത വന്നാലും ഒരേപോലെയാണ്, ഒരേപോലെയാ. അപ്പൊ ഉറക്കം പകുതി ഡെത്താ, എന്നിട്ട് തിരിച്ചു വരിക. ആരാ നിങ്ങളെ ഉറക്കണത്? ആ തിന്ന ചോറ് ദഹിക്കണത് എങ്ങനെയാ അറിഞ്ഞൂടാ. രാത്രി 3 ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന വ്യക്തി രാവിലെ എഴുന്നേൽക്കുമ്പോ ഇത് ഈ അറ്റത്തുണ്ട്. രാവിലെ വായിലൂടെ കയറിയത് രാവിലെ ആവുമ്പോ ഈ കുടലിന്റെ ഈ അറ്റത്തുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണോ അത് ദഹിച്ചത്? അല്ല. നിങ്ങൾ പറഞ്ഞിട്ടാണോ രക്തം ഓക്സിജൻ എടുക്കുന്നത്? അല്ല. ഞാൻ ഉദ്ദേശിച്ച മാതിരി